السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, കഴിഞ്ഞ ആഴ്ച മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ, അവിടുത്തെ ചരിത്രം പഠിക്കണം എന്ന ഉദ്ദേശത്താൽ ഇമാം ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഉർജൂസത്തുൽ മീഇയ്യ ഫീ ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബ് അടിസ്ഥാനത്തിൽ നമ്മൾ ദർസ് ആരംഭിച്ചിരുന്നു. അൽഹംദുലില്ലാ, കഴിഞ്ഞ ദർസിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ആമുഖങ്ങളും സീറ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്നും സലഫുകൾ സീറയ്ക്ക് നൽകിയിരിക്കുന്ന മഹത്വം എത്രമാത്രമാണെന്നും ഈ സീറ പഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് ഇൻഷാ അള്ളാഹ് രണ്ടാമത്തെ ദർസാണ്. ഈ ഒരു ദർസിൻ്റെ മുമ്പായിട്ട് എനിക്ക് എല്ലാ സഹോദരങ്ങളോടും പറയാനുള്ളത്, ഒന്നാമത്തെ ആമുഖം, ഈ ദർസ് ഈ കിതാബുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിചയപ്പെടുത്തിയ കാര്യങ്ങൾ കേൾക്കാൻ പരിശ്രമിക്കുക. രണ്ടാമത്തേത്, നമ്മളിത് പഠിക്കുന്നത് ഇൻഷാ അള്ളാഹ് വളരെ ചുരുങ്ങിയ സമയത്തിലാണ്. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ദർസ് ഉണ്ടാവുകയുള്ളൂ. ആ ബൈത്ത് അതിൻ്റെ കൂടെ തന്നെ ഹിഫ്ള് ചെയ്തുകൊണ്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ അറിവ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാക്കിയുള്ളവരിലേക്ക് ഈ ഇൽമ് എത്തിച്ചു കൊടുക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ബൈത്ത് വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി അൽഹംദുലില്ലാഹിൽ ഖദീമിൽ ബാരി ثم صلاته على المختار وبعد هاك سيرة الرسول منظومة موجزة الفصول مولده في عاشر الفضيل ربيع الأول عام الفيل لكنما المشهور ثاني عشره في يوم الاثنين طلوع فجره ووافق 20 من نيسان وقبله حين أبيه حانا. ഈ ബൈത്തുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദുമായി ബന്ധപ്പെട്ട്, പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഉർജൂസത്തുൽ മീഇയുടെ തുടക്കത്തിൽ ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാ പറഞ്ഞ ചില കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുവാനും നല്ല രീതിയിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യമായിട്ട് ഇബ്നു അബിൽ ഇസ്സ് തുടങ്ങിയത്, അദ്ദേഹത്തിന്റെ ഈ ഒരു മൻദൂമ തുടങ്ങിയിരിക്കുന്നത് ബിസ്മി പറഞ്ഞുകൊണ്ടാണ്. അതിനുശേഷം ഹംദ് പറഞ്ഞു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും പറഞ്ഞു. ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് സംസാരം, എഴുത്ത് തുടങ്ങിയവയ്ക്ക് ആരംഭിക്കൽ പണ്ഡിതന്മാരുടെ മാർഗമാണ്. ഉലമാക്കൾ സ്വീകരിച്ചു വരുന്ന ഒരു ശൈലിയാണ്. അവരുടെ സംസാരത്തിലാണെങ്കിലും കിതാബുകളിലാണെങ്കിലും അവർ ആരംഭിക്കുമ്പോൾ ബിസ്മി പറയും, ഹംദ് പറയും, സ്വലാത്ത് പറയും. അത് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അൽഹംദുലില്ലാഹി, ഹംദ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കാകുന്നു. ഹംദ് അല്ലാഹുവിനാകുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ ഹംദ് എന്ന് പറഞ്ഞാൽ? ഹംദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിക്കുക എന്നാണ് ഉദ്ദേശം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുക. പൊതുവെ അള്ളാഹുവിനെ സ്തുതിക്കുന്നതിന് നമ്മൾ മറ്റൊരു വാക്ക് കൂടി അറബിയിൽ ഉപയോഗിക്കാറുണ്ട്. എന്താണത്? ശുക്ർ എന്നാണ്. ശുക്ർ എന്നാണ്. ഹംദും ശുക്റും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഹംദും ശുക്റും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അതെന്താണ്? ഇമാം ഇബ്നു മൻദൂർ അദ്ദേഹത്തിന്റെ ലിസാനുൽ അറബിൽ പറയുന്നു, അൽ ഹംദു വശുക്റു മുതഖാരിബാൻ. ഹംദും ശുക്റും ഏകദേശം ഒരേ അർത്ഥമാണ്. എന്നാൽ അൽ ഹംദു ശുക്റുൻ വസിയാദ, ശുക്റിനേക്കാളും വേറെ ചില കാര്യങ്ങൾ കൂടി ഹംദ് ഉൾക്കൊള്ളുന്നുണ്ട്. ശുക്റിനേക്കാളും വേറെ ചില കാര്യങ്ങൾ കൂടി ഹംദ് ഉൾക്കൊള്ളുന്നുണ്ട്. ധാരാളം വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ധാരാളം വേർതിരിവുകൾ ഹംദും ശുക്റിന്റെ ഇടയിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിലൊരൊറ്റ കാര്യം മാത്രം സൂചിപ്പിക്കാം, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന്. ശുക്ർ എന്ന് പറയുന്നത്, ബറകല്ലാഹു ഫീക്കും, അത് നിഅമത്തുകൾക്ക് നന്ദി കാണിക്കലാണ്. നമുക്കൊരു അനുഗ്രഹം ലഭിച്ചാൽ അതിന് നന്ദി കാണിക്കുന്നതിനാണ് എന്ത് പറയുക? ശുക്ർ ചെയ്യുക എന്ന് പറയുക. ഒരു വ്യക്തിക്ക് നിഅമത്തുകൾ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ട് അവിടെ ശുക്ർ ഉണ്ടാവുക. അതാണ്
ശരീഅത്തിൽ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ശൈലി. എന്തെങ്കിലും ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് ചൊരിഞ്ഞാൽ അവിടെ അവൻ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുക. അതായത് നിഅമത്ത് വന്നു, അത് കാരണത്താൽ അവൻ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതിനാണ് ശുക്ർ എന്ന് പറയുക. എന്നാൽ ഹംദ് എന്ന് പറയുന്നത് എല്ലാ സമയത്തും ബുദ്ധിമുട്ടാണെങ്കിലും സന്തോഷമാണെങ്കിലും അള്ളാഹുവിനെ സ്തുതിക്കുന്നതിന് ഹംദ് എന്ന് പറയും. ബുദ്ധിമുട്ടിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും അള്ളാഹുവിനെ സ്തുതിക്കുന്നതിന് ഹംദ് എന്ന് പറയും. ഇബ്നു ജരീർ അത്വബരി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള ചില പണ്ഡിതർ പറഞ്ഞു, ഹംദും ശുക്റിനും ഇടയിൽ വ്യത്യാസമില്ല. പക്ഷേ അത് ശരിയല്ല. അതുകൊണ്ടാണ് ഇബ്നു കസീർ റഹിമഹുല്ലാ ഇബ്നു ജരീറിന്റെ അഭിപ്രായത്തെ തള്ളുകയും അത് അഭിപ്രായം ശരിയല്ല എന്ന് പറയുകയും ഹംദും ശുക്റും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുകയും ചെയ്തത്. അപ്പം ധാരാളം വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു വ്യത്യാസമാണ് ഇവിടെ നമ്മൾ സൂചിപ്പിച്ചത്. ഹംദ് എന്ന് പറയുമ്പോൾ നിഅമത്തുകൾ ഉണ്ടായാലും ഇല്ലെങ്കിലും അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുന്നതിന് ഹംദ് എന്ന് പറയും. ശുക്ർ എന്ന് പറയുന്നത് നിഅമത്തിന് പകരമായിട്ട് നമ്മൾ നൽകുന്നതിനാണ് എന്ത് പറയുക, ശുക്ർ എന്ന് പറയുക. ഈ ഒരു വേർതിരിവ് അല്ലെങ്കിൽ ഹംദും ശുക്റും തമ്മിൽ വേർതിരിവുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ് ഒന്ന് അബുൽ ഫിദാ ഇബ്നു കസീർ, രണ്ട് അബു അബ്ദുല്ലാഹ് ഇബ്നുൽ ഖയ്യിം, മൂന്ന് അബു ഹിലാൽ അസ്കരി റഹിമഹുമുല്ലാ. ഈ പണ്ഡിതന്മാരൊക്കെ ഹംദും ശുക്റും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നു. ഹംദ് എന്ന് പറയുന്നത് എല്ലാ സാഹചര്യത്തിലും അള്ളാഹുവിനെ സ്തുതിക്കലാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ ഇബ്നു മാജയിൽ വന്നതുപോലെ മഹദി പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം إذا رأى ما يحب قال الحمد لله الذي بنعمته تتم الصالحات وإذا رأى ما يكره قال الحمد لله على كل حال. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമുള്ള സന്തോഷം നൽകുന്ന എന്തെങ്കിലും കാര്യം വന്നാൽ അവിടുന്ന് പറയും അൽഹംദുലില്ലാഹ് അല്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്. വല്ല പ്രയാസവും വന്നാൽ എന്ത് പറയും, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അപ്പോൾ പ്രയാസം വരുമ്പോഴും അല്ലെങ്കിൽ സന്തോഷം വരുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹ് എന്ന് പറയാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അപ്പൊ അതാണ് ഹംദ് എന്ന് പറയുന്നത്. അപ്പൊ ഹംദും ശുക്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ബറകല്ലാഹു ഫീക്കും. അതിനുശേഷം പറഞ്ഞു അൽഹംദുലില്ലാഹ്, ഹംദ് അല്ലാഹുവിനാകുന്നു. അല്ലാഹ് എന്ന് പറഞ്ഞാൽ ദുൽ ഉലൂഹിയ്യതി വൽ ഉബൂദിയ്യ, ആരാധിക്കപ്പെടാനും ഇബാദത്ത് നൽകപ്പെടാനും അർഹനാണ്. അതാണ് അള്ളാഹ് എന്ന വാക്കിന്റെ നമുക്ക് മനസ്സിലാവാനുള്ള ഒരു അർത്ഥം. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ദുൽ ഉലൂഹിയ്യതി വൽ ഉബൂദിയ്യ, ആരാധിക്കപ്പെടാനും ഇബാദത്ത് ചെയ്യപ്പെടാനും അർഹിക്കുന്ന അർഹതയുള്ള ഒരുവൻ, അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ധാരാളം പേരുകളുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അല്ലാഹുവിന് ധാരാളം പേരുകളുണ്ട്. ഈ പേരുകളൊക്കെ മടങ്ങുന്നത് അല്ലാഹ് എന്ന പേരിലേക്കാണ്. അതുകൊണ്ടാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിന് ചില നല്ല പേരുകളുണ്ട്. അല്ലാഹുവിന് ചില നല്ല പേരുകളുണ്ട്. എല്ലാ പേരുകളും അല്ലാഹുവിന്റെ എല്ലാ പേരുകളുടെയും അർത്ഥം അല്ലാഹ് എന്ന പേര് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും, പൊതുവെ അള്ളാഹുവിന്റെ പേരാണ് റഹ്മാൻ റഹീം എന്നൊക്കെ നമ്മൾ പറയും. റഹ്മാനിന്റെ പേരാണ് അള്ളാഹ് എന്ന് നമ്മൾ പറയാറില്ല. ആ ഒരു ശൈലി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅക്ക് പരിചയവുമില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ എല്ലാ പേരുകളും ഉൾക്കൊള്ളുന്ന വലിയൊരു പേരാണ് അള്ളാഹ് എന്നുള്ളത്. ബറകല്ലാഹു ഫീക്കും. അതിനുശേഷം ഇബ്നു അബുൽ ഇസ്സ് അൽ ഹനഫി പറഞ്ഞു അൽഹംദുലില്ലാഹിൽ ഖദീമിൽ ബാരി, ഖദീമും ബാരിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഹംദ് നേരുന്നു, അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അള്ളാഹു ഖദീമാണ്, അള്ളാഹു ബാരിയാണ് എന്ന് ഇബ്നു അബുൽ ഇസ്സ് അൽ ഹനഫി പറഞ്ഞു. ഇവിടെ ബഹുമാനമുള്ളവരെ ബറകല്ലാഹു ഫീക്കും, ഖദീം എന്നുള്ളത് അള്ളാഹുവിന്റെ പേരല്ല, മറിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഖബറാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു അറിയിക്കലാണ്. അത് ഇൻഷാ അല്ലാഹ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഖദീം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്? ആദ്യമായിട്ടുണ്ടായവൻ എന്ന അർത്ഥത്തിലാണ്. ആദ്യമായി ഉണ്ടായവൻ അള്ളാഹുവാണ് എന്ന അർത്ഥത്തിലാണ് ഖദീം എന്നത് ഇബ്നു അബുൽ ഇസ്സ് അൽ ഹനഫി ഉദ്ദേശിച്ചത്. അതല്ലാതെ പഴയത് എന്ന അർത്ഥത്തിലല്ല. ആദ്യമായി ഉണ്ടായവൻ എന്ന അർത്ഥത്തിലാണ് അൽ ഖദീം എന്ന പേര് ഇബ്നു അബുൽ ഇസ്സ് അൽ ഹനഫി ഉപയോഗിച്ചിരിക്കുന്നത്. അത് അള്ളാഹുവിന്റെ ഇസ്മല്ല എന്നത് ഇബ്നു അബുൽ ഇസ്സ് അൽ ഹനഫി തന്നെ ഷർഹുൽ അഖീദത്തി ത്വഹാവിയയിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ഖദീം എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഖബറാണ്. ഈ അർത്ഥത്തിൽ വരുന്ന ഇസ്മുണ്ട് അള്ളാഹുവിന്. ഈ ഒരു ഖദീമിന്റെ അർത്ഥത്തിൽ ഏതൊരു അർത്ഥത്തിലാണ് ഇബ്നു അബുൽ ഇസ്സ് ഉദ്ദേശിച്ചത്, ആ അർത്ഥത്തിൽ ശരീഅത്തിൽ അള്ളാഹുവിന് ഒരു ഇസ്മുണ്ട്. അതാണ് അൽ അവ്വൽ. അൽ അവ്വൽ അള്ളാഹുവിന്റെ ഇസ്മാണ് അൽ അവ്വൽ എന്നുള്ളത്. രണ്ടാമത്തേത് അൽ ഖദീമിൽ ബാരി, അള്ളാഹു ബാരിയാണ്. അത് അള്ളാഹുവിന്റെ പേരാണ്. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ് അൽ ബാരി എന്നുള്ളത്. ബാരി എന്ന് പറയുന്നത് അള്ളാഹു സൃഷ്ടാവാണ്. ഇല്ലായ്മയിൽ നിന്ന്
സൃഷ്ടിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ് ബാരിന്റെ അർത്ഥം. ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബറക്കല്ലാഹു ഫീക്കും. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ 3 കാര്യങ്ങളാണ്. 1 അള്ളാഹുവിന്റെ ഇസ്മ, 2 അള്ളാഹുവിന്റെ സിഫത്ത്, 3 അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഖബർ. അള്ളാഹുവിന്റെ ഇസ്മ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ബറക്കല്ലാഹു ഫീക്കും പ്രധാനമായും 2 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. 1 അത് അള്ളാഹുവിനെ അറിയിക്കുന്നു. ഉദാഹരണത്തിന് അൽ ഹൈ, അൽ ഹൈ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്നും ജീവിച്ചിരിക്കുന്നവൻ. അള്ളാഹു എന്നും ജീവിച്ചിരിക്കുന്നവൻ. അപ്പൊ അൽ ഹൈ എന്ന് പറയുന്നത് അള്ളാഹുവിനെ അറിയിക്കുന്നു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന അർത്ഥത്തെയും അറിയിക്കുന്നു. മനസ്സിലായില്ലേ? അതാണ് അള്ളാഹുവിന്റെ ഇസ്മ. അള്ളാഹുവിന്റെ ഇസ്മ 2 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ സിഫത്താണ്. അള്ളാഹുവിന്റെ സിഫത്ത്, അതിലുള്ള അൽ ഹയ്യിലുള്ള സിഫത്ത് എന്താണ്? അൽ ഹയാത്ത്. അൽ ഹയാത്ത് അത് എന്നെന്നും ജീവിച്ചിരിക്കുന്ന അർത്ഥത്തെയാണ് അത് അറിയിക്കുന്നത്. ജീവിതത്തിലുള്ള അള്ളാഹുവിന്റെ കമാലിയത്തിനെയാണ് അള്ളാഹുവിന്റെ സിഫത്ത്, അവന്റെ വിശേഷണം അറിയിക്കുന്നത്. മൂന്നാമത്തേത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഖബറാണ്. ഉദാഹരണത്തിന് അള്ളാഹു ബാഖിയാണ്, അള്ളാഹു എന്നെന്നും നിലനിൽക്കുന്നവനാണ്. അൽ ബാഖി എന്നുള്ളത് അള്ളാഹുവിന്റെ ഇസ്മാണോ? അല്ല. അള്ളാഹുവിന്റെ സിഫത്താണോ? അല്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നമ്മൾ നൽകുന്ന ഖബറാണ്, ശരീഅത്ത് അംഗീകരിച്ചിരിക്കുന്ന ഖബറാണ്. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ 3 ബാബുകളാണ്. 1 അള്ളാഹുവിന്റെ അസ്മാകൾ, 2 അള്ളാഹുവിന്റെ സിഫാത്തുകൾ, 3 അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇഖ്ബാർ. ഈ അള്ളാഹുവിന്റെ ഇസ്മ ഖുർആനിലും സുന്നത്തിലും വരാത്ത ഒരു ഇസ്മ നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. ഖുർആനിലും സുന്നത്തിലും ഒരു ഇസ്മ വന്നിട്ടില്ലെങ്കിൽ ആ ഇസ്മ അള്ളാഹുവിനുണ്ട് എന്ന് പറയാൻ പാടില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സിഫത്തും ആ രീതിയിൽ തന്നെയാണ്. പരിശുദ്ധ ഖുർആനിലോ ഹദീസിലോ അള്ളാഹുവിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിശേഷണം വന്നിട്ടുണ്ടെങ്കിൽ ആ വിശേഷണം അള്ളാഹുവിന് പറയാം. ആ വിശേഷണം അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് പറയാം. നമ്മളായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റോ? ഇല്ല. ബറക്കല്ലാഹു ഫീക്കും. അള്ളാഹുവിന്റെ എല്ലാ ഇസ്മും ഒരു സിഫത്തിനെ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ എല്ലാ സിഫത്തിലും ഇസ്മ ഉൾക്കൊള്ളുന്നില്ല. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു ഹയ്യാണെന്ന് പറയുമ്പോൾ അതിൽ ഉൾക്കൊള്ളുന്ന സിഫത്ത് എന്താണ്? അൽ ഹയാത്ത്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഖുർആനിൽ പറഞ്ഞു വമഖറു വമഖറല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല മക്ർ കാണിക്കും. അപ്പൊ അവിടെ മക്ർ എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫത്തായിട്ട് പറഞ്ഞതാണ്. ഈ ഒരു സമയത്ത് അള്ളാഹു മാക്കിറാണ് എന്ന് നമ്മൾക്ക് ഇസ്മ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ഇസ്മിന്റെ അടിസ്ഥാനം ഖുർആനും സുന്നത്തുമാണ്. ഖുർആനിലും സുന്നത്തിലും വരാത്ത ഇസ്മ അള്ളാഹുവിലേക്ക് ചേർക്കാൻ പാടില്ല. മൂന്നാമത്തേത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഖബറാണ്. അത് ഖുർആന്റെയും സുന്നത്തിന്റെയും ആശയങ്ങൾക്ക് എതിരാവാത്ത പേരുകൾ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമുക്ക് പറയാം. ബാറക്കല്ലാഹു ഫീക്കും. അതിനുശേഷം ഇബ്നു അബിൽ ഇസ് പറഞ്ഞു അൽഹംദുലില്ലാഹിൽ ഖദീമിൽ ബാരി ثم صلاته على المختار. അള്ളാഹുവിനെ ഹംദ് പറഞ്ഞു, അള്ളാഹുവിന്റെ ഇസ്മും അതുപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഒരു ഖബറും പറഞ്ഞ ശേഷം പറഞ്ഞു ثم صلاته على المختار. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഖ്താർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അള്ളാഹു യസ്തഫി മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ്, അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വലാത്ത് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. മുഹമ്മദ് നബിക്ക് അള്ളാഹുവിന്റെ സ്വലാത്ത് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. അള്ളാഹു നബിക്ക് സ്വലാത്ത് പറയുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? നമ്മൾ പറയാറില്ലേ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് പറയട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? പണ്ഡിതന്മാർ അതിന് ചില വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം അബുൽ ആലിയത്ത് ദിയാഹി എന്ന് പറയുന്ന താബിഈ പറഞ്ഞിരിക്കുന്ന വിവക്ഷയാണ്. അദ്ദേഹം പറഞ്ഞു റഹിമഹുല്ലാഹ് ഹുവ സനാഉഹു അലൈഹി ഫിൽ മലഇൽ അഅല, അല്ലെങ്കിൽ ഹുവ സനാഉഹു അലൈഹി ഇൻദൽ മലായിക, അള്ളാഹു അവന്റെ അരികിലുള്ള മലക്കുകളുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുന്നതിനാണ് അള്ളാഹു പ്രവാചകന്റെ സ്വലാത്ത് പറയുക എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം. ഇത് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ അബുൽ ആലിയത്ത് ദിയാഹിയിൽ നിന്ന് ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. ഹദീസ് അല്ല, മറിച്ച് ഒരു താബിഈയുടെ വാക്കാണ്. താബിഈ അള്ളാഹു പ്രവാചകന്റെ സ്വലാത്ത് പറയുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശമെന്ന് താബിഈയായ അബുൽ ആലിയത്ത് ദിയാഹി എന്ന പണ്ഡിതൻ അത് വിശദീകരിക്കുകയാണ്. ബറക്കല്ലാഹു ഫീക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇബ്നു അബിൽ ഇസ് എന്താ പറഞ്ഞത്? ثم صلاته على المختار. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വലാത്ത് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു, സലാം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ എന്താ പറയാ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മൾ പൊതുവെ പറയുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറയും. അതായത് പ്രവാചകന് വേണ്ടി സ്വലാത്തും പറയും, പ്രവാചകന്റെ സലാമിനും വേണ്ടി നമ്മൾ ദുആ ചെയ്യും. ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി ഇവിടെ സ്വലാത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സലാം പറഞ്ഞിട്ടില്ല. അതായത് സുമ്മ സ്വലാത്തുഹു അലൽ മുഖ്താരി അല്ലെങ്കിൽ സുമ്മ സ്വലാത്തുഹു വസലാമുഹു എന്നൊന്നും പറഞ്ഞിട്ടില്ല, മറിച്ച് സ്വലാത്ത് മാത്രമേ ചൊല്ലിയിട്ടുള്ളൂ, സലാം പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ചെയ്യുന്നതിന്റെ വിധി എന്താണ്? അതായത് പ്രവാചകന്റെ പേര് നമ്മൾ കേൾക്കുമ്പോൾ സലാം എന്ന് അല്ലെങ്കിൽ അലൈഹി സ്വലാ എന്ന് മാത്രം പറയാണ്, അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് രണ്ടും പറയുന്നില്ല. അതിന്റെ വിധി എന്താണ്?
ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് മാത്രം പറയുക എന്നുള്ളത് കറാഹത്താണ്. സലാം പറയാതെ സ്വലാത്ത് മാത്രം പറയുക എന്നുള്ളത് കറാഹത്താണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, അതങ്ങനെ ഒരു വ്യക്തി പതിവാക്കുകയെങ്കിൽ കറാഹത്താണ്. ഇടയ്ക്കിടെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് കറാഹത്തില്ല എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞു. എന്നിരുന്നാലും പ്രിയപ്പെട്ടവരെ, ബറകല്ലാഹു ഫീക്കും, ഏറ്റവും പൂർണ്ണത പ്രവാചകന്റെ പേര് പറഞ്ഞാൽ സ്വലാത്തും സലാമും പറയലാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്തും സലാമും പറയലാണ് ഏറ്റവും പൂർണ്ണത. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും സലാമും പറയുക എന്ന് അല്ലാഹു പറഞ്ഞു. അപ്പോൾ പൂർണ്ണമായിട്ട് അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചു എന്ന് പറയണമെങ്കിൽ സ്വലാത്തും സലാമും പറയണം. രണ്ടാമത്തെ കാരണം, ഒരു വ്യക്തി സ്വലാത്ത് മാത്രം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്വലാത്ത് മാത്രം പറയുമ്പോൾ ഒരു ഇബാദത്താണ് അവിടെ വരുന്നുള്ളൂ. അതിന്റെ കൂടെ സലാമും കൂടി പറയുകയാണെങ്കിൽ രണ്ട് ഇബാദത്ത് വരും. അതുകൊണ്ട് സ്വലാത്തും സലാമും രണ്ടും പറയലാണ് ഏറ്റവും പൂർണ്ണത. അതിനുശേഷം ഇബ്നു അബിൽ ഇസ് പറഞ്ഞു, വബഅദുഹാ കസീറത്തുർ റസൂലി മൻദൂമതൻ മൂജസതൽ ഫുസൂലി, വബഅദുഹാ കസീറത്തുർ റസൂലി മൻദൂമതൻ മൂജസതൽ ഫുസൂലി, ഹംദും സ്വലാത്തും ഒക്കെ പറഞ്ഞതിന് ശേഷം വബഅദുഹാക, ഇനി ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നീ മനസ്സിലാക്കുക, നീ പഠിക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ്. ഇതിന് ശേഷം വരാൻ വേണ്ടി പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ്. സീറ എന്ന് പറഞ്ഞാൽ ചരിത്രം എന്ന അർത്ഥത്തിലാണ് പൊതുവെ ഉപയോഗിക്കുക. അതിന്റെ ശരിയായ മസ്ദർ എന്നുള്ളത് സൈർ എന്നാണ്. അതായത് തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിനാണ് എന്ത് പറയുക, സീറ അല്ലെങ്കിൽ സൈർ എന്ന് പറയുക. മഖായിസുൽ ലുഗയിൽ ഇബ്നു ഫാരിസ് റഹിമഹുല്ലാഹ് ആ ഒരു കാര്യം സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കും. അപ്പോൾ സീറത്തുർ റസൂൽ അല്ലെങ്കിൽ സീറത്തുർ റസൂൽ എന്ന് പറഞ്ഞാൽ പ്രവാചക ജീവിതത്തിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ നീ മനസ്സിലാക്കുക, അതാണ് ശേഷം വരുന്നത്. എന്തുകൊണ്ടാണ് സൈർ എന്ന് വരുന്നത്? അതായത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നൊരർത്ഥത്തിൽ പേര് വരാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അവസാനത്തോടുകൂടി ആ ഒരു ചരിത്രം അവസാനിച്ചെങ്കിലും ആ ചരിത്രം ലോകർക്കിടയിൽ എന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവർ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, കൈമാറ്റം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ആ ഒരു പേര് നൽകപ്പെട്ടത് എന്ന് ഉലമാക്കൾ പറയുന്നു. എന്താണ് ഈ ഒരു കിതാബിന്റെ പ്രത്യേകത? മൻദൂമതൻ മൂജസതൽ ഫുസൂലി, ഇതൊരു മൻദൂമയുടെ രൂപത്തിലാണ്, അതായത് പാട്ടിന്റെ രൂപത്തിലാണ്, പദ്യത്തിന്റെ രൂപത്തിലാണ്. സാധാരണ കിതാബിന്റെ രൂപത്തിലല്ല, മറിച്ച് പദ്യത്തിന്റെ രൂപത്തിലാണ്. അതാകുമ്പോൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കൂടുതൽ എളുപ്പമാണ്. മൂജസതൽ ഫുസൂലി, മൂജസതൽ ഫുസൂലി, വളരെ ചുരുങ്ങിയ രീതിയിലാണ്. ഈജാസ് എന്ന് പറഞ്ഞാൽ തൗഫിയത്തുൽ മആനി ബി അഖല്ലിൽ മബാനി, ചുരുങ്ങിയ വാക്കുകളിൽ വലിയ ആശയം പ്രകടിപ്പിക്കുന്നതിനാണ് ഈജാസ് എന്ന് പറയുക. ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി നമ്മോട് പറയുന്നത് എന്താ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ്, നീ അത് പഠിക്കുക. ഇത് ഞാൻ എങ്ങനെയാണ് ക്രോഡീകരിച്ചിരിക്കുന്നത്? വളരെ ചുരുങ്ങിയ രീതിയിൽ ബൈത്തിന്റെ രൂപത്തിൽ, മൻദൂമയുടെ രൂപത്തിലാണ്, ഒരു പദ്യത്തിന്റെ രൂപത്തിലാണ് ഞാൻ ഇത് ക്രോഡീകരിച്ചിരിക്കുന്നത് എന്ന് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാഹ് പറയുകയാണ്. പ്രിയപ്പെട്ട വലിയൊരു കിതാബിൽ രണ്ട് തരത്തിലുള്ള കഥകളാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കിയായ കഥകൾ, രണ്ട് മദനിയായ കഥകൾ. മക്കിയായ കഥകൾ എന്ന് പറയുന്നത് ഹിജറക്ക് മുമ്പ് അവതരിച്ചിരിക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഹിജറക്ക് മുമ്പ് നടന്നിരിക്കുന്ന സംഭവങ്ങൾ. മദനിയായ കഥകൾ എന്ന് പറയുന്നത് ഹിജറക്ക് ശേഷം സംഭവിച്ചിരിക്കുന്ന കഥകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅസത്തിന്, പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയായി നിയോഗിക്കുന്നതിന് മുമ്പുള്ള 11 കാര്യങ്ങളാണ് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാഹ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം. അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഇബ്നു അബിൽ ഇസ് പറഞ്ഞു, മൗലിദുഹു ഫി ആശിരിൽ ഫളീലി റബീഇൽ അവ്വൽ ആമൽ ഫീലി لكنما المشهور ثاني عشر في يوم الاثنين طلوع فجر ووافق العشرين من نيسان وقبله حين أبيه حان. ഇതിൽ ووافق العشرين من نيسان എന്നതുവരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മവുമായി ബന്ധപ്പെട്ട് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി പറഞ്ഞിരിക്കുന്ന ഭാഗം. ബാറക്കല്ലാഹു ഫീക്കും. ഇനി അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം, എന്നിട്ട് അവസാനിപ്പിക്കാം. ആദ്യമായിട്ട് പ്രവാചകന്റെ ജന്മം ഏത് ദിവസത്തിലാണ്, ഏത് മാസമാണ്, ഏത് തീയതിയാണ്, ഡേറ്റ് ഏതാണ്, അതുപോലെ തന്നെ ഏത് വർഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഏത് ദിവസത്തിലാണ് പ്രിയപ്പെട്ടവരെ? തിങ്കളാഴ്ച ദിവസത്തിലാണ്. തിങ്കളാഴ്ച ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. عن أبي قتادة الأنصاري أن النبي صلى الله عليه وآله وصحبه وسلم لما سئل عن صوم يوم الاثنين قال ذاك يوم ولدت فيه رواه مسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച ദിവസം നോമ്പനുഷ്ഠിക്കുന്നതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ
അവിടുന്ന് പറഞ്ഞു, അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്നതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ദാക യൗമുൻ വുലിദ്തു ഫീഹി, ആ ദിവസത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ്. അതിൽ യാതൊരു സംശയം നമുക്ക് വേണ്ട. വേറെ ചില അഭിപ്രായങ്ങൾ വെള്ളിയാഴ്ച എന്നൊക്കെ ചില ചരിത്രത്തിന്റെ കിതാബുകളിൽ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ശരിയല്ല. നമുക്ക് ഖണ്ഡിതമായി പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തിങ്കളാഴ്ചയാണ്. ആ വിഷയത്തിൽ സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് വന്നിട്ടുണ്ട്, പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് ജനിച്ചത് തിങ്കളാഴ്ചയാണ്. ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വൻ നിഹായയിൽ ഈ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഏറ്റവും ശരിയായത് തിങ്കളാഴ്ച ദിവസമാണ്. ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വൻ നിഹായയിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ബറകല്ലാഹു ഫീക്കും, തിങ്കളാഴ്ച ദിവസത്തിൽ ഏത് സമയത്താണ്, ഏത് നേരത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്? രാവിലെയാണോ, രാത്രിയാണോ, അതല്ല ഉച്ചക്കാണോ, വൈകുന്നേരമാണോ, ഏത് സമയത്താണ്? പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. രാവിലെ എന്ന് പറഞ്ഞ പണ്ഡിതരുണ്ട്, രാത്രി എന്ന് പറഞ്ഞ പണ്ഡിതരുണ്ട്. ഈ കിതാബിൽ നമ്മൾ വായിച്ചതുപോലെ തന്നെ കിതാബിൽ ഇബ്നു അബുൽ ഇസ് പറഞ്ഞത് എന്താണ്? ഫി യൗമിൽ ഇസ്നൈനി തുലൂഅ ഫജ്രി, തുലൂഅൽ ഫജ്ർ, ഫജ്ർ ഉദിക്കുന്ന ആ സമയത്താണ്, പ്രഭാതത്തിന്റെ ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നാണ് ഇബ്നു അബുൽ ഇസ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഈ ഒരു അഭിപ്രായം സ്വീകരിച്ചത് സുബൈർ ഇബ്നു ബക്കാർ, അതുപോലെ തന്നെ ഇബ്നു അസാകിർ താരിഖ് ദിമഷ്ഖിൽ, ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സീറു അലാമിൻ നുബലായിൽ പറഞ്ഞിരിക്കുന്ന അഭിപ്രായമാണ് ഇബ്നു അബുൽ ഇസ് അൽ ഹനഫിയും റഹിമഹുല്ലാഹ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാവിലെയാണോ, അതല്ല വൈകുന്നേരമാണോ, രാത്രിയാണോ, ഈ വിഷയത്തിലൊന്നും ഖണ്ഡിതമായ ഒരു തെളിവും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഖണ്ഡിതമായ ഒരു തെളിവും നമുക്ക് ലഭിച്ചിട്ടില്ല. അല്ലാഹു അഅലം. അതുകൊണ്ട് തന്നെ ഏതാണ് അതിൽ ഏറ്റവും ശരി എന്നത് തർജീഹ് ചെയ്യാൻ, ഒന്ന് ശരി മറ്റൊന്ന് തെറ്റാണെന്ന് പറയാൻ നമുക്ക് പ്രമാണം ഒന്നും തന്നെ ഇല്ല. അല്ലാഹു അഅലം. അതുകൊണ്ട് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഖണ്ഡിതമായി എന്താണ് ശരി എന്ന് പറയാൻ അല്ലാഹു അഅലം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിൽ പെട്ട കാര്യമാണ്. ഇപ്പൊ രണ്ട് കാര്യം മനസ്സിലായേ. ഒന്ന്, പ്രവാചകൻ ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ്, ഒരു സംശയമില്ല. തിങ്കളാഴ്ച ഏത് ദിവസമാണ് പല അഭിപ്രായം വന്നിട്ടുണ്ട്. ഇവിടെ കിതാബ് എഴുതിയിരിക്കുന്ന ഇബ്നു അബുൽ ഇസിന്റെ അഭിപ്രായം അനുസരിച്ച് ഫജറിന്റെ സമയത്താണ്. വേറെ പണ്ഡിതന്മാർ വേറെ അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി ഏത് വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്? ഏത് വർഷമാണ്? ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ ബറകല്ലാഹു ഫീക്കും, നമ്മൾ ഇന്ന് പറയുന്നത് പോലെ 1990, 2000, 2020 എന്ന രീതിയിൽ വർഷത്തെ കണക്കാക്കുന്ന ഒരു സമ്പ്രദായം അറബികൾക്കിടയിൽ പതിവുണ്ടായിരുന്നില്ല. മറിച്ച് അവർ വർഷം നിർണയിച്ചിരുന്നത്, അല്ലെങ്കിൽ വർഷം അവർ കണക്കാക്കിയിരുന്നത് ഓരോരോ വർഷത്തിലും നടക്കുന്ന വലിയ വലിയ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന് കുറച്ചു മുമ്പ് മക്കയിലേക്ക് കഅബ പൊളിക്കാൻ അബ്രഹത്തിന്റെ ഒരു കൂട്ടം വന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ തുടർച്ചയായിട്ടാണ് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. അപ്പൊ ആ ഒരു അബ്രഹത്തിന്റെ ആ ഒരു വലിയ സൈന്യം പരിശുദ്ധമായ കഅബ തകർക്കാൻ വേണ്ടി ധാരാളം ആനകളുമായി വന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വർഷത്തെ അറബികൾ ആമുൽ ഫീൽ എന്നാണ് പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകന്റെ വേണ്ടപ്പെട്ട ഒന്ന് രണ്ട് ആൾക്കാർ മരണപ്പെട്ട ഒരു വർഷത്തെ സംബന്ധിച്ച് ചരിത്രകാരന്മാർ ആമുൽ ഹുസൻ എന്നാണ് പറയാറുള്ളത്. ഇപ്പൊ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അറബികൾ പൊതുവെ വർഷം മനസ്സിലാക്കിയിരുന്നത് അന്ന് നടക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആമുൽ വുഫൂദ്, അതായത് ആ വർഷത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വർഷത്തെ പറയാം. ഇന്നത് നടന്ന വർഷം, അതല്ലാതെ 2020, 2021, 1990 എന്ന രീതിയിലൊന്നും ഒരു പതിവ് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ഏത് വർഷമാണ്? ഖാലൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ലാ ഖിലാഫ അന്നഹു വുലിദ ബിജൗഫി മക്കത വഅന്ന മൗലിദഹു കാന ആമൽ ഫീൽ. സാദുൽ മആദിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ലാ ഖിലാഫ്, ഒരു സംശയവുമില്ല, അന്നഹു വുലിദ ബിജൗഫി മക്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് മക്കയിലാണ്. വഅന്ന മൗലിദഹു കാന ആമൽ ഫീൽ, ആമുൽ ഫീലിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. ആമുൽ ഫീൽ എന്ന് പറഞ്ഞാൽ അബ്രഹത്തും കൂട്ടരും കഅബ തകർക്കാൻ വേണ്ടി വന്ന ആ വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. വഖാല ഇബ്രാഹിം ഇബ്നുൽ മുൻദിർ അൽ ഹിസ്സാമി ഷെയ്ഖുൽ ബുഖാരി, ഇമാം ബുഖാരിയുടെ അധ്യാപകനായ ഇബ്രാഹിം ഇബ്നുൽ മുൻദിർ അൽ ഹിസ്സാമി റഹിമഹുല്ലാഹ് പറയുന്നു, വഹുവ അല്ലദീ ലാ യശുക്കു ഫീഹി അഹദുൻ മിനൽ ഉലമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ആമുൽ ഫീലിലാണെന്ന്, ആനക്കലഹ വർഷത്തിലാണെന്ന വിഷയത്തിൽ ഒരു പണ്ഡിതനും സംശയമില്ല. ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ആമുൽ ഫീലിലാണെന്ന് ഖലീഫത്ത് ഇബ്നുൽ ഖയ്യാത്ത്, ഇബ്നുൽ ജൗസി, ഇബ്നുൽ ജസ്സാർ, ഇബ്നുൽ ഖയ്യിം
തുടങ്ങിയ ഉലമാക്കൾ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. മുഹദ്ദിഥീങ്ങളുടെ ഇജ്മാ ആണ് ഇതിലേറ്റവും ഉദ്ദേശം. മുഹദ്ദിഥീങ്ങൾ, ഹദീസ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് ഈ പറയപ്പെട്ട ഉലമാക്കളൊക്കെ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇബ്നു അബി ഷൈബയുടെ മുസന്നഫ് ഇബ്നു അബി ഷൈബയിൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിൽ നിന്നും ജാബിർ ഇബ്നു അബ്ദില്ലയിൽ നിന്നും റളിയല്ലാഹു അൻഹുമാ റിവായത്ത് വന്നിട്ടുണ്ട്. അവർ പറഞ്ഞു, വുലിദൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആമൽ ഫീൽ. സ്വഹീഹായ സനദോടുകൂടി സ്ഥിരപ്പെട്ട റിവായത്തിൽ ഇബ്നു അബ്ബാസും ജാബിർ ഇബ്നു അബ്ദില്ലയും പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ആമുൽ ഫീലിലാണ്, ആനക്കലാഹ് വർഷത്തിലാണ് പ്രവാചകൻ ജനിച്ചത്. മാത്രമല്ല ഖൈസ് ഇബ്നു മഖ്റമ റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹം സഹാബിയാണ്, വുലിദ്തു അന വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആമൽ ഫീൽ വനഹ്നു ലിദതാൻ. ഞാനും പ്രവാചകനും ജനിച്ചത് ആമുൽ ഫീലിലാണ്. വനഹ്നു ലിദതാൻ, നമ്മൾ ലിദയാണ്. ലിദ എന്ന് പറഞ്ഞാൽ ഒരേ സമയം ജനിച്ച രണ്ടാൾക്കാർക്കാണ് എന്ത് പറയുക? ലിദ എന്ന് പറയുക. അപ്പോൾ നബിയും ഖൈസ് ഇബ്നു മഖ്റമയും ജനിച്ചത് ആമുൽ ഫീലിലാണ് എന്ന് ഖൈസ് ഇബ്നു മഖ്റമ റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പോൾ 3 സഹാബികൾ ഖണ്ഡിതമായി പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ആമുൽ ഫീലിലാണ്. സ്വഹീഹായി വന്നിരിക്കുന്ന റിവായത്താണ്. അതുകൊണ്ട് തന്നെ അതിലും ഇനി തർക്കം ബാക്കി നിൽക്കുന്നില്ല. ബറകല്ലാഹു ഫീക്കും. അപ്പോൾ പ്രവാചകൻ ജനിച്ച ദിവസം മനസ്സിലാക്കി, ആ ദിവസത്തിൽ ഏത് സമയമാണെന്ന് പറഞ്ഞു, ഏത് വർഷമാണെന്ന് പറഞ്ഞു. ഇവിടെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിരിക്കുന്ന ഇജ്മാ ഖലീഫത്ത് ഇബ്നുൽ ഖയ്യാത്തുനെയും ഇബ്നുൽ ഖയ്യിമിനെയും ഇബ്രാഹിം അൽ മുൻദിർ അൽ ഹിസാമിയെയും പോലുള്ള ഉലമാക്കൾ ഉദ്ധരിക്കുന്ന ഇജ്മാ ശരിയല്ല എന്ന് മുഹമ്മദ് ബിൻ യൂസുഫ് അസ്സാലിഹി അദ്ദേഹത്തിന്റെ സുബുലുൽ ഹുദാ വർ റഷാദിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം എതിർത്തത് ശരിയല്ല. മറിച്ച് ആ വിഷയത്തിൽ മുഹദ്ദിഥീങ്ങളുടെ ഇജ്മാ സ്ഥിരപ്പെട്ട കാര്യം തന്നെയാണ്. ഈ ആമുൽ ഫീലിൽ ആനക്കലഹ വർഷത്തിൽ ഏത് ദിവസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്? അതൊരു സംഭവമാണല്ലോ. അതിന്റെ ഏത് ദിവസത്തിലാണ് ജനിച്ചത്? ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വൻ നിഹായയിൽ പറയുന്നു, ആനക്കലഹ ആ ഒരു പ്രശ്നം നടന്നതിന് ശേഷം 50 ദിവസത്തിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വൻ നിഹായയിൽ പറയുന്നതായി കാണാൻ സാധിക്കും. അടുത്ത കാര്യം പ്രിയപ്പെട്ടവരെ, ബറകല്ലാഹു ഫീക്കും, ഏത് മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്? ആദ്യമായി അറിയുക, ചരിത്രത്തിന്റെ കിതാബുകൾ നമ്മൾ നോക്കിയാൽ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ചില ഉലമാക്കൾ സ്വഫർ എന്നും ചിലർ റജബ് എന്നും റമദാൻ എന്നൊക്കെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ഉലമാക്കളും പറഞ്ഞു റബീഉൽ അവ്വൽ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. റബീഉൽ അവ്വൽ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. അതാണ് ഇവിടെയും ഇബ്നു അബുൽ ഇസ് പറഞ്ഞിരിക്കുന്നത്, റബീഇനിൽ അവ്വലി ആമൽ ഫീലി. ആമുൽ ഫീലിൽ റബീഉൽ അവ്വൽ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിരിക്കുന്നത്. അതാണ് ശരി. ഇബ്നു അബി ഷൈബ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഇബ്നു അബ്ബാസിൽ നിന്നും ജാബിർ ഇബ്നു അബ്ദില്ലയിൽ നിന്നും റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്നു, വുലിദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹ്റ റബീഇനിൽ അവ്വൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണെന്ന് ഇബ്നു അബ്ബാസും ജാബിർ ഇബ്നു അബ്ദില്ലയും റളിയല്ലാഹു അൻഹുമ പറഞ്ഞതായി സ്വഹീഹായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലും ഇനി തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഏത് ദിവസത്തിലാണ് ജനിച്ചത്? ഏത് ഡേറ്റ് ആണ്? റബീഉൽ അവ്വൽ എത്രാം തീയതിയാണ് പ്രവാചകൻ ജനിച്ചത്? ഇവിടെ ഇബ്നു അബുൽ ഇസ് പറഞ്ഞു, മൗലിദുഹു ഫി ആശിരിൽ ഫളീലി. റബീഉൽ അവ്വൽ 10 ആണ്. എന്നിട്ട് പറഞ്ഞു, ലകിന്നമൽ മശ്ഹൂറു സാനി അശ്രി. പക്ഷേ പണ്ഡിതന്മാർക്കിടയിൽ പ്രസിദ്ധമായ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 12 എന്നാണ്. ഇബ്നു അബുൽ ഇസ് പറയുന്നു, അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് 10 ആണെങ്കിലും പണ്ഡിതന്മാർക്കിടയിൽ പ്രസിദ്ധമായത് 12 എന്നാണ്. ഇനി നമുക്കത് നോക്കാം. ബറകല്ലാഹു ഫീക്കും. ഏത് ഡേറ്റിലാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്? ചില ഉലമാക്കൾ അബൂ മഅ്ശറിൽ നിന്ന് ചില ഉലമാക്കൾ ഉദ്ധരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 2 ആണ്. വേറെ ചില കിതാബിൽ ഹുമൈദി ഇബ്നു ഹസ്മിൽ നിന്ന് ഉദ്ധരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 8 ആണ്. വേറെ ചില കിതാബുകളിൽ കാണാം, ചരിത്രത്തിൽ തന്നെ ഇമാം ഷഅബിയിൽ നിന്ന് ചില ചരിത്രകാരന്മാർ ഉദ്ധരിച്ചു റബീഉൽ അവ്വൽ. വേറെ ഭൂരിപക്ഷം ഉലമാക്കളിൽ നിന്നും ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടു റബീഉൽ അവ്വൽ 12 ആണ്. സഫിയുർ റഹ്മാൻ മുബാറക് ഫൂരി ചില പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു റബീഉൽ അവ്വൽ 9. എന്നുള്ള അഭിപ്രായങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. വേറെയും അഭിപ്രായങ്ങളുണ്ട്. പറഞ്ഞു എന്ന് മാത്രം. റബീഉൽ അവ്വൽ 2 പറഞ്ഞു, 8 പറഞ്ഞു, 10 പറഞ്ഞു, 9 പറഞ്ഞു, 12 പറഞ്ഞു. 5ഓളം അഭിപ്രായങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഇതിൽ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും പ്രാമാണികതയുണ്ടോ? ഈ പറയപ്പെട്ടതിൽ ഏതെങ്കിലും സ്വഹീഹായ ഹദീസ് കൊണ്ടോ അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ ഖൗല് കൊണ്ടോ താബിഈങ്ങളുടെ ഖൗല് കൊണ്ടോ സ്ഥിരപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടോ? റബീഉൽ അവ്വൽ 8 എന്നുള്ളത് താബിഈയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 8 ആണ് എന്ന് ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ്
അദ്ദേഹത്തിന്റെ കിതാബിൽ സഹീഹായ സനദോടുകൂടി മുഹമ്മദ് ബിൻ ജുബൈർ ബിൻ മുത്ഇം റഹിമഹുള്ളയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 8-നാണ്. അപ്പൊ താബിഈൽ നിന്ന് സഹീഹായ സനദോടുകൂടി വന്നിരിക്കുന്ന എന്താണ്? റബീഉൽ അവ്വൽ 8 എന്നാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് ബിൻ മൂസ അൽ ഖാരിസ്മി റഹിമഹുല്ലാ ഈ ഒരു അഭിപ്രായമാണ് ഏറ്റവും ശരിയെന്ന് പറഞ്ഞത്. മുഹമ്മദ് ബിൻ മൂസ അൽ ഖാരിസ്മി എന്നുള്ളത് വലിയ ചരിത്രകാരനായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു ഏറ്റവും ശരിയായ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 8-ആണ്. റബീഉൽ അവ്വൽ 12 എന്നുള്ളത് ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. സ്വഹാബി തന്നെ പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസും ജാബിർ ബിൻ അബ്ദുല്ലയും റളിയല്ലാഹു അൻഹുമാ ഈ രണ്ട് സ്വഹാബികളിൽ നിന്ന് സ്വഹീഹായ സനദോടുകൂടി ഇബ്നു അബി ശൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിച്ചു. അതുപോലെ തന്നെ ഇമാം ജൗർഖാനി അദ്ദേഹത്തിന്റെ അൽ അബാത്തിൽ എന്ന് പറയുന്ന കിതാബിൽ ഉദ്ധരിച്ചു. വുലിദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഇസ്നൈൻ അസ്സാനി അശറ മിൻ റബീഉൽ അവ്വൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണ് എന്ന് ഇബ്നു അബ്ബാസിൽ നിന്നും ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്നും സ്വഹീഹായ സനദോടുകൂടി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചില ആൾക്കാർ പറയുന്നത് പോലെ 12-നാണെന്ന് ഒരു തെളിവുമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഈ പറയപ്പെട്ട റിവായത്ത് ഇബ്നു അബ്ബാസിന്റെയും ജാബിർ ബിൻ അബ്ദുല്ലയുടെയും റിവായത്ത് ചില ഉലമാക്കൾ ലഈഫാക്കിയിട്ടുണ്ടെങ്കിലും അവരത് ലഈഫാക്കിയത് ആ സനദിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന സനദിൽ 1-2 പ്രശ്നങ്ങളുള്ള കാരണത്താലാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളില്ലാതെ ഈ സനദ് പിൽക്കാലഘട്ടത്തിൽ പല ഗ്രന്ഥങ്ങളിലുമായി കാണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബറക്കല്ലാഹു ഫീക്കും ജാബിർ ബിൻ അബ്ദുല്ല, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് തുടങ്ങിയ 2 സ്വഹാബികളിൽ നിന്ന് വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിരിക്കുന്നത് റബീഉൽ അവ്വൽ 12-നാണ്. അതുകൊണ്ട് തന്നെ ബഹുമാന്യ അധ്യാപകൻ ഷെയ്ഖ് സ്വാലിഹ് ബിൻ അബ്ദുല്ലാഹ് ബിൻ ഹമദ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് ഏറ്റവും ശരിയായ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിരിക്കുന്നത് റബീഉൽ അവ്വൽ 12 എന്ന് തന്നെയാണ്. ഈ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങളിൽ 5ഓളം അഭിപ്രായം നമ്മൾ പറഞ്ഞു. അതിൽ പ്രമാണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സ്വഹാബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന അഭിപ്രായം എന്നുള്ളത് റബീഉൽ അവ്വൽ 12-ആണ്. താബിഈയിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന അഭിപ്രായം റബീഉൽ അവ്വൽ 8-ആണ്. ബറക്കല്ലാഹു ഫീക്കും. ഇനി റബീഉൽ അവ്വൽ 12-ആണ് എന്ന് പറഞ്ഞാൽ തന്നെ അത് നബിദിനം ആഘോഷിക്കാനുള്ള തെളിവാണോ? ഒരിക്കലും അല്ല. നബിദിനം ആഘോഷിക്കാൻ അത് ഒരിക്കലും തെളിവല്ല. ചരിത്രമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ബറക്കല്ലാഹു ഫീക്കും. അതിനുശേഷം ഇബ്നു അബിൽ ഇസ് പറഞ്ഞു, مولده في عاشر الفضيل ربيع الأول عام الفيل لكنما المشهور ثاني عشر في يوم الاثنين طلوع فجر ووافق 20 من نيسان. نيسان അനുസരിച്ച് 20-ാം തീയതിയാണ് റബീഉൽ അവ്വൽ 10 യോജിക്കുക എന്ന് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി പറഞ്ഞു. കാരണം അദ്ദേഹം റബീഉൽ അവ്വൽ 10-ആണ് ശരിയായ അഭിപ്രായം എന്ന് തർജീഹ് നടത്തുന്ന പ്രബലപ്പെടുത്തുന്ന പണ്ഡിതനാണല്ലോ. അദ്ദേഹം പറയുന്നു നൈസാൻ അനുസരിച്ച് 20-ാം തീയതിയാണ്. അതായത് നൈസാൻ എന്നുള്ളത് ഇംഗ്ലീഷ് സൂര്യന്റെ കലണ്ടർ എന്താ പറയാ, നമ്മൾ ഹിജറ കണക്കാക്കുന്നത് ചന്ദ്രന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇംഗ്ലീഷ് കലണ്ടർ സൂര്യന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതനുസരിച്ചുള്ള കണക്കാണ് നൈസാൻ. അതായത് ഏപ്രിൽ മാസമാണ്. സൂര്യന്റെ അടിസ്ഥാനത്തിലുള്ള കലണ്ടറാണ് ഈ പറയപ്പെട്ട കണക്ക് നൈസാൻ എന്നുള്ളത്. ഇത് സുരിയാനി കലണ്ടറാണ്. നമ്മൾ ഇംഗ്ലീഷ് കലണ്ടറിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറയുന്നത് പോലെ തന്നെ അറബിയിൽ മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ എന്ന് പറയുന്നത് പോലെ സുരിയാനി കലണ്ടറിൽ ആബ്, ഐലൂൻ, തിശ്രീൻ അൽ അവ്വൽ, തിശ്രീൻ അൽ സാനി എന്ന രീതിയിലാണ്. അതിൽ വരുന്ന ഒരു കണക്കാണ് നൈസാൻ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നു വാഫഖൽ 20 മിൻ നൈസാന. നൈസാൻ അനുസരിച്ച് 20-ാം തീയതിയാണ്, അല്ലെങ്കിൽ നൈസാൻ മാസത്തിൽ 20-ാം തീയതിയാണ് അത് യോജിക്കുക എന്ന് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാഹ് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം, പ്രവാചകൻ തിങ്കളാഴ്ച ദിവസം ഏത് സമയത്താണ്, അതുപോലെ തന്നെ ഏതാണ് വർഷം, ഏതാണ് ഡേറ്റ്, ഏതാണ് മാസം, ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ കാര്യങ്ങൾ ഈ ഒരു വിശാലതയോടുകൂടി തന്നെ പഠിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ, അവിടുത്തെ ചരിത്രം നല്ല രീതിയിൽ പഠിക്കുവാനും അവിടുത്തെ ചരിത്രം ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുവാനും പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. وصلى الله على محمد وعلى آله وصحبه وسلم. سبحان الله وبحمده، سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.